കബീർ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചത്. അവന്റെ അച്ഛൻ ഒരു സർക്കാർ ഓഫീസിൽ ക്ലർക്കായിരുന്നു. കബീറിന്റെ കോളേജ് ഫീസ് അദ്ദേഹം കൊടുക്കുമായിരുന്നു. എന്നാൽ അവന്റെ ബാക്കിയുള്ള ചെലവിനുള്ള പണം അവൻ തന്നെ കണ്ടെത്തേണ്ടിയിരുന്നു. അതുകൊണ്ട് കോളേജിലേക്ക് പോകുന്നതിനോടൊപ്പം പല ജോലികളും അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. മോനെ കബീറേ, ദാ നിന്റെ കോളേജ് ഫീസ്. താങ്ക് യു അച്ഛാ. അമ്മേ ഒന്ന് വേഗം ആവട്ടെ, എനിക്ക് പെട്ടെന്ന് കേക്ക് ഷോപ്പിൽ എത്തേണ്ടതാ. ആ അതെ, തയ്യാറായി കഴിഞ്ഞു. ഇതാ നിന്റെ ടിഫിൻ. ഇന്ന് ടിഫിൻ ഒറ്റയ്ക്ക് കഴിച്ചോളണം, കൂട്ടുകാർക്ക് കൊടുക്കാൻ നിൽക്കരുത്. ശരി അമ്മേ. കബീർ എപ്പോഴും തിരക്ക് പിടിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളത്. കബീർ ഒരു കേക്ക് ഷോപ്പിലെ കൗണ്ടറിലാണ് ജോലി നോക്കിയിരുന്നത്. അവൻ അവിടുത്തെ കിച്ചണിലേക്ക് പോകുമ്പോഴെല്ലാം ഗൗരവത്തിൽ ജോലി ചെയ്യുന്ന ഷെഫിനെയാണ് കാണുക. നന്നായിട്ട് പണിയെടുക്ക് കബീറേ, നീ എന്റെ അസിസ്റ്റന്റ് ആയിക്കോ. നിനക്ക് കൂടുതൽ ശമ്പളം കിട്ടും. എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ നിങ്ങളുടെ അസിസ്റ്റന്റ് ആയാൽ മുഴുവൻ സമയവും ഇവിടെ ചെലവഴിക്കേണ്ടതായിട്ട് വരും. പിന്നെ എന്റെ കോളേജിലെ പഠിത്തം എന്താവും? ഈ കോളേജിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യാനാടാ? വലിയ വലിയ പഠിപ്പുള്ള ആൾക്കാർ വരെ ഇവിടെ ജോലിയില്ലാതെ തേരാപ്പാര നടക്കുക. ഞാൻ നിനക്ക് നല്ലൊരു കലയാ പഠിപ്പിച്ചു തരുന്നേ. ഇത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ലോകത്ത് എവിടെ ചെന്നാലും ജോലി കിട്ടും. ആ അത് ശരി തന്നെയാ ചേട്ടാ. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എന്നെ ഇടയ്ക്കിടക്കൊന്ന് പഠിപ്പിച്ചു തന്നാ മതി. കോളേജ് കഴിഞ്ഞാ പിന്നെ ഞാൻ നിങ്ങളുടെ അസിസ്റ്റന്റ് ആയിക്കൊള്ളാം. ആ അങ്ങനെ തന്നെ ചെയ്യാം. അന്നു മുതൽ ഷെഫ് കബീറിനെ കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങി. ഷോപ്പിൽ നിന്നും കോളേജിലേക്കും, കോളേജിൽ നിന്ന് നേരെ ഷോപ്പിലേക്കും, അവിടുന്ന് വീട്ടിലേക്കും അങ്ങനെ അവൻ പോകാൻ തുടങ്ങി. കഷ്ടപ്പെട്ട് വീട്ടിലെത്തുമ്പോ അവന്റെ അമ്മ തലയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് നാളുകൾ കഴിഞ്ഞുപോയി. പിന്നീട് ഒരു നാൾ കേക്ക് ഷോപ്പ് അടച്ചുപൂട്ടി. അങ്ങനെ കബീർ ഒരു ഐസ്ക്രീം ഷോപ്പിൽ ജോലി ചെയ്യാൻ തുടങ്ങി. കുറച്ചു മാസങ്ങൾക്കകം അവൻ തനിയെ ഐസ്ക്രീം ഉണ്ടാക്കാനും പഠിച്ചു. അങ്ങനെ കബീർ തന്റെ ഗ്രാജുവേഷൻ പൂർത്തിയാക്കി. മോനെ കബീറേ, നീ നിന്റെ റെസ്യൂമെ ഒന്ന് റെഡിയാക്കി വെക്ക്. ഞാൻ സാറിനോട് സംസാരിച്ച് നിന്റെ ജോലിക്കാര്യം എങ്ങനെയെങ്കിലും ശരിയാക്കാം. വേണ്ട അച്ഛാ, എനിക്ക് ഈ സർക്കാർ ജോലിക്കൊന്നും താല്പര്യമില്ല. ഞാൻ സ്വന്തമായിട്ട് ജോലി നോക്കിക്കോളാം അച്ഛാ. എന്നാ ശരി മോനെ, നീ നിന്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്യും. കബീർ ജോലി അന്വേഷിച്ച് പല കമ്പനികളിൽ പോയി നോക്കി. എന്നാൽ എല്ലായിടത്തും ജോലിക്ക് വേണ്ടിയുള്ള തിരക്കായിരുന്നു. ഒറ്റ ഒരു പോസ്റ്റിലേക്ക് തന്നെ ധാരാളം ആളുകൾ അപ്ലൈ ചെയ്തിരുന്നു. ഇങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് ജോലി എങ്ങനെ കിട്ടും? അവൻ നിരാശനായി വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ നടന്നതെല്ലാം അവൻ തന്റെ മാതാപിതാക്കളോട് പറഞ്ഞു. മോനെ, നിനക്ക് വേറെ ജോലിയൊന്നും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ സർക്കാർ ജോലി തന്നെ ചെയ്തുകൂടെ? അച്ഛാ, എനിക്ക് ഫുഡ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യണം, ഏതെങ്കിലും ഹോട്ടലിൽ. എന്നാ പിന്നെ നിനക്ക് സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങിക്കൂടെ മോനെ? ഓ, പറയുന്ന കേട്ടാ തോന്നും ഇവിടെ എന്തോ സ്വർണ്ണക്കട്ടി കുഴിച്ചിട്ടിരിക്കുകയാണെന്ന്. സ്വന്തമായിട്ട് ഹോട്ടൽ തുടങ്ങാൻ പോലും. അത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ചെറിയ സ്റ്റോൾ ഇടാൻ സാധിക്കില്ലേ എന്നായിരുന്നു. ഇപ്പോ എത്ര പുതിയ സ്റ്റോളുകളാ തുറക്കുന്നേ. അതിൽ തന്നെ ചിലതെല്ലാം നല്ല പേരെടുക്കാറുണ്ടല്ലോ. കബീറും ഒരു പ്രാവശ്യം ശ്രമിച്ചു നോക്കട്ടെന്നേ, എന്തു പറയുന്നു? ആ അമ്മേ, അമ്മയുടെ ഐഡിയ നല്ലതാ. ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. മോനെ, നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്തോ. പക്ഷേ ഓർത്തോ, ഇത് നിന്റെ അവസാനത്തെ അവസരം. നിനക്കിതും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നീ ഉറപ്പായിട്ടും സർക്കാർ ജോലിക്ക് തന്നെ പൊക്കോളണം കേട്ടോ. ശരി അച്ഛാ. കബീർ അച്ഛൻ പറഞ്ഞതിന് സമ്മതം മൂളി. അവന് അറിയാമായിരുന്നു അച്ഛൻ അവന്റെ നല്ലതിനാണ് പറയുന്നതെന്ന്. പിന്നീട് കബീറിന്റെ ചിന്ത എന്ത് സ്റ്റോൾ തുടങ്ങണമെന്നതായിരുന്നു. അവൻ ഇന്റർനെറ്റിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ളതെല്ലാം നോക്കാൻ തുടങ്ങി. അമ്മ, എനിക്ക് കേക്കും ഐസ്ക്രീമും ഉണ്ടാക്കാൻ അറിയാം. ഇത് രണ്ടിന്റെയും സ്റ്റോൾ എനിക്ക് എന്തായാലും തുറക്കാൻ പറ്റും അമ്മേ. അത് ശരിയാ. പക്ഷെ ബസാറിൽ ധാരാളം ഐസ്ക്രീമിന്റെയും കേക്കിന്റെയും സ്റ്റോളുകളൊക്കെ ഉണ്ട്. അപ്പൊ ആളുകൾ നിന്റെ ഷോപ്പിൽ എന്തിനു വേണ്ടി വരണം? ആ അതും ശരി തന്നെയാ. നീ കുറച്ച് വ്യത്യാസമായി ചിന്തിക്ക്. അമ്മയും മോനും നന്നായി ആലോചിച്ചുകൊണ്ടിരുന്നു. ഇന്റർനെറ്റിലും അന്വേഷിക്കുകയായിരുന്നു അവർ. അപ്പോഴാണ് കബീർ സിസ്ലർ ബ്രൗണിയുടെ ഒരു വീഡിയോ ഇന്റർനെറ്റിൽ കണ്ടത്. അമ്മേ, ദാ ഇത് നോക്കിയേ. ഇതെന്താ, ചൂടുള്ള തവയില് കേക്കും ഐസ്ക്രീമോ? ആ അമ്മേ, എനിക്കിത് ഉറപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഐഡിയ കൊള്ളാലോ. ഇതുപോലൊന്നും മുന്നേ കണ്ടിട്ടില്ല. ചിലപ്പോ ഇത് ഫേമസ് ആകുമായിരിക്കും. അമ്മേ, എന്തായാലും ഫേമസ് ആകും. കബീറും അമ്മയും ബസാറിൽ പോയി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. എന്നിട്ട് അവർ ഒരുമിച്ച് തങ്ങളുടെ വീട്ടിലെ കിച്ചണിൽ തന്നെ ബ്രൗണി കേക്ക് ഉണ്ടാക്കാനും തുടങ്ങി. അതിനുവേണ്ടി കബീർ മൈദയിൽ കൊക്കോ പൗഡറും വാനില എസൻസും പഞ്ചസാരയും ബട്ടറും
എല്ലാം ചേർത്ത് നന്നായി ഇളക്കി. പിന്നീട് ഒരു വലിയ ട്രേയിലേക്ക് ഒഴിച്ച് അത് ബേക്ക് ചെയ്യാൻ വെച്ചു. പിന്നീട് ഐസ്ക്രീം ഉണ്ടാക്കാനായി പാല് ചൂടാക്കി. അതിൽ പഞ്ചസാരയും കോൺ സ്റ്റാർച്ചും കൂടാതെ പലതരം ഫ്ലേവറുകളും ചേർത്ത് നന്നായിട്ട് ഇളക്കി. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് രണ്ടും തയ്യാറായി. ഉണ്ടാക്കിയ സാധനങ്ങൾ 2 പാത്രങ്ങളിലാക്കി കബീർ കൊണ്ടുപോയി. ബസാറിൽ കബീർ ഒരു ഐസ്ക്രീം കാട്ട് വാടകയ്ക്ക് എടുത്തിരുന്നു. അതിനു മുകളിൽ തവ ചൂടാക്കാനായിട്ട് ഒരു സ്റ്റൗ വച്ചിരുന്നു. അവൻ ഐസ്ക്രീമിന്റെയും ബ്രൗണിയുടെയും പാത്രങ്ങൾ അവിടെ തന്നെ വച്ചു. പിന്നെ അവിടെ ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തവ ഐസ്ക്രീം എന്ന് എഴുതുകയും വളരെ ആകർഷകമായിട്ടുള്ള ഒരു ചിത്രം പതിപ്പിക്കുകയും ചെയ്തിരുന്നു. ചേട്ടാ, ഇതെന്താ? മാഡം, ഇതാണ് തവ ഐസ്ക്രീം. തവയിൽ ഉണ്ടാക്കുന്ന ഐസ്ക്രീമോ? കൊള്ളാലോ. എന്താ വില? വെറും 50 രൂപ മാത്രം. ശരി, ഒരെണ്ണം വേണം. കബീർ പാത്രത്തിൽ നിന്നും ഒരു ബ്രൗണി എടുത്തു. എന്നിട്ട് ഒരു ചെറിയ തവ ഗ്യാസിൽ വെച്ച് ചൂടാക്കി. ഈ തവ ഒരു മരത്തടിയിലേക്ക് വെച്ചു. ഈ ചൂടൻ തവയിൽ അവൻ ആ ബ്രൗണി വെച്ചു. വച്ചയുടനെ ബ്രൗണി ഉരുക്കി ഒലിക്കാൻ തുടങ്ങി. ബ്രൗണിയുടെ മുകളിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും വെച്ചു. എന്നിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടി ഒഴിച്ച് നന്നായി ഡെക്കറേറ്റ് ചെയ്ത് ആ പെൺകുട്ടിക്ക് കൊടുത്തു. വൗ! ആകർഷകമായ ആ വിഭവം കണ്ട് ആ പെൺകുട്ടി ആദ്യം അതിന്റെ ഫോട്ടോ എടുത്തു. പിന്നീട് അത് കഴിക്കാനും തുടങ്ങി. ആ പെൺകുട്ടിക്ക് തവ ഐസ്ക്രീം വളരെയധികം ഇഷ്ടായി. അവൾ കഴിക്കുന്നത് കണ്ട് മറ്റു പലരും കബീറിന്റെ സ്റ്റോളിലേക്ക് വന്നു. കബീറിന്റെ ഭാഗ്യം തെളിഞ്ഞു. അങ്ങനെ ഇന്ന് 1 വർഷത്തിന് ശേഷം കബീറിന്റെ അമ്മ സരിത ഐസ്ക്രീം പാർലറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അവിടെ ഫേമസ് ആയ തവ ഐസ്ക്രീം കഴിക്കുവാനായി കസ്റ്റമേഴ്സിന്റെ നീണ്ട ക്യൂ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. നന്നായി മോനെ, നീ സർക്കാർ ജോലി തിരഞ്ഞെടുക്കാതിരുന്നതും നിനക്കിഷ്ടമുള്ള വഴിയെ പോയതും. അതുകൊണ്ടാ മോനെ നിനക്ക് ജീവിതത്തിൽ ഇത്രയും വിജയിക്കാൻ കഴിഞ്ഞത്. അച്ഛാ, ഇതെല്ലാം എന്റെ പുന്നാര അമ്മ കാരണം ഉണ്ടായതാ. കബീർ അമ്മയെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ തവ ഐസ്ക്രീം കാരണം കബീറും കുടുംബവും സന്തോഷമായി ജീവിക്കുന്നു.